സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും ജനജഗുഹ പത്രാധിപരുമായിരുന്ന തറയിൽ ബഷീറിന്റെ 3ാം അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കായംകുളം MSM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും ജനജഗുഹ പത്രത്തിന്റെ പത്രാധിപരുമായിരുന്ന തറയിൽ ബഷീറിന്റെ 3ാം അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കായംകുളം MSM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പിതാവിന്റെ ധന്യമായ നിമിഷങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും അവരുടെ കടന്നുപോയ പാതയിൽ അവശേഷിപ്പിച്ചിരിക്കുന്ന നന്മകളും എന്നെന്നും ഓർക്കുന്ന അമരമായ ചിന്തകളും 19 പുൽവാമയിലും 16 പഠാൻകോട്ടയിലും അവർ എത്തി. 2001 പാർലമെന്റിലും അവർ എത്തി. 2008 താജിലും എത്തി. കാർഗിലിൽ 99 കർത്തരാവിൻ പുടവ വലിച്ചു കീറി. കായംകുളം സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് അധ്യക്ഷത വഹിച്ചു. അങ്ങനെ ആദ്യമായി ഞാൻ എഴുതി തുടങ്ങുന്നത് ജനജഗുഹയിലാണ്. എന്നെപ്പോലെ 100 കണക്കിനാണ് വീട്ടിൽ പോയിരുന്ന് കുത്തിയിരുന്ന് എഴുതിപ്പിച്ച് വാങ്ങിച്ചു കൊണ്ടുവന്ന് പ്രസിദ്ധീകരിച്ച് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലം പ്രിന്റ് മീഡിയ വളരെ കത്തിജ്വലിച്ച് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പുതിയ ആൾക്കാരെ കണ്ടെത്തി എഴുതിപ്പിച്ചിട്ട് പുതിയ ആൾക്കാർക്കാണ് അത് കൊടുക്കുന്നത്. പ്രമുഖ സാഹിത്യകാരനും കവിയുമായ ഡോക്ടർ ചേരാവള്ളി ശശി, ജനകീയ പ്രതിരോധ സമിതി ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ, കവയത്രി മായ വാസുദേവ്, ദൂരദർശൻ മുൻ വാർത്താവതാരകൻ CJ വാഹിദ്, സാദിഖ് മാക്കീൽ, ശ്രീകുമാർ സീഡിനറ്റ്, സുരേഷ് കുമാർ ഓലകട്ടിയമ്പലം, കവി കണ്ടല്ലൂർ ലാഹിരി, പത്യൂർ വിശ്വൻ, സമദ് തനിമ, വിനോദ്, അഷ്റഫ്, സ്നാഫർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹം പണം ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റെടുത്തൊരു തിരക്കേറിയ ജീവിതമായിരുന്നില്ല. പത്രപ്രവർത്തകർ എങ്ങനെയോ അദ്ദേഹത്തിന് സിരകളിൽ പടർന്നു വികാരമായിരുന്നു. ഒരിക്കൽ തിരുവനന്തപുരത്ത് വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ബാബുവിൻ്റെ പ്രത്യേകതയെ പറ്റിയൊക്കെ തന്നെ സ്വാഗത പ്രഭാഷണത്തിൽ ശ്രീ അഡ്വക്കേറ്റ് ഹാരിസ് സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. പിതാവിനോട് ഇത്രമാത്രം ഒരു സ്നേഹവും ആദരവും കടപ്പാടും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ സാധ്യം. സാധാരണ മറക്കുക എന്ന് പറയുന്ന ഒരു ശീലവും ഓർക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരവുമാണ്. ആ ഒരു സംസ്കാരമാണ് അദ്ദേഹത്തിന്റെ മകനിലൂടെ ഇന്നിവിടെ ഇത്രയും പേര് എത്തിച്ചേർന്നിരിക്കുന്നത്. പിന്നെ ഒരാൾ നമ്മൾ വിട്ടുപിരിഞ്ഞൊരു ദിനമെന്ന് പറയുന്നത് നമുക്കൊക്കെ വിഷമമുള്ളതാണ്. മാനന്ദം വിളിക്കില്ല, അങ്ങനെ ചില ഗായകരെ കുറിച്ചൊക്കെ എഴുതുമ്പോൾ വളരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം അതിനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ നല്ല ഒരു വേദിക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അതിൻ്റെ ശൈലികൾ പ്രവർത്തനത്തിന്റെ പ്രത്യേകത എന്ന് നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് CDNet ന്യൂസ് കായംകുളം.